ഇന്ന് ടെക് മീഡിയയിൽ ഒരു സ്റ്റൈലസ് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. ഇതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ചാർജ് ഉപയോഗിച്ചായിരിക്കും ടച്ച് ഫോണിൻ്റെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചാർജ് ഈ പെന്നിൻ്റെ ടിപ്പിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കാനുള്ളൊരു മാർഗ്ഗമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. നമ്മളിത് രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒന്നൊരു മെറ്റൽ പേനയിൽ, ഒന്ന് സാധാരണ ഒരു പേനയിൽ. അപ്പോൾ ആദ്യം നമുക്ക് ഈ മെറ്റൽ പേനയിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മുടെ പേനയുടെ റീഫിലങ്ങ് ഊരി മാറ്റുക. എന്നിട്ട് ശകലം പഞ്ഞി, കോട്ടൺ എടുക്കാം, ഒരു ശകലം മതി. എന്നിട്ട് ഇതിൽ നമ്മൾ ശകലം വെള്ളം വരട്ടണം. ശകലം എന്ന് പറഞ്ഞാൽ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് അതിൽ വേണം, ഒരു ചെറിയൊരു മോയ്സ്ചർ വേണം. അതിന് വേണ്ടി മാത്രം ഒരു ശകലം വെള്ളം അതിൽ വളരെ കുറച്ച് മാത്രം അതിൽ വരട്ടി കൊടുക്കുക. ഇത് നമ്മൾ പേനയുടെ ടിപ്പിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഒരറ്റം ഒന്ന് നല്ല നാരോ ആയിട്ടൊന്ന് മടക്കിയിട്ട് അല്ല നമുക്ക് പേനയുടെ ടിപ്പിലോട്ട് കയറ്റി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ മെറ്റൽ പേന ആയതുകൊണ്ട് നമ്മുടെ കൈയുടെ ചാർജ് ഈ പഞ്ഞിയിൽ വരും. പഞ്ഞിയിൽ ഒരു മോയ്സ്ചർ ഉള്ളത് കൊണ്ട് അത് കണ്ടക്ട് ചെയ്യും. അങ്ങനെയായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ശകലം വെള്ളമേ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഫോണിന് കുഴപ്പമൊന്നും പറ്റില്ല. ചെറിയ ഒരു മോയ്സ്ചർ മാത്രം മതി. അതുകൊണ്ട് നമ്മുടെ ഫോണിന് പ്രശ്നമൊന്നും വരുമൊന്നുമില്ല. സാധാരണ ഒരു പേനയിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ റീഫിൽ ഊരി മാറ്റാം. റീഫിൽ നമുക്ക് ആവശ്യമില്ല ഇതിന്. ഇനി നമുക്കിതിന് വേണ്ടത് ഒരു കോപ്പർ വയറാണ്. ഈ കോപ്പർ വയർ നമുക്കൊരു സിസേഴ്സ് ഉപയോഗിച്ച് അതിൻ്റെ ഇൻസുലേഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയാം. വയർ മുറിയരുത്, അകത്തുള്ള കോപ്പർ മുറിയാതെ നമ്മൾ ഈ പുറത്തുള്ള ഇൻസുലേഷൻ മാത്രം കട്ട് ചെയ്ത് ഊരി മാറ്റണം നമുക്ക്. ഞാനിപ്പോൾ അത് കട്ട് ചെയ്തു. ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിനെ ഊരി മാറ്റാം. അതിനുശേഷം ഒരു പ്ലെയറോ വല്ലതും ഉപയോഗിച്ച് നമുക്കിതിൽ ഒരു കോപ്പർ വയർ മതി. അത് മാത്രം പ്ലെയറോ വല്ലതും ഉപയോഗിച്ച് നമുക്ക് ഊരിയെടുക്കാം. പൊട്ടിപ്പോകരുത്, ഒരെണ്ണം ഫുള്ളായിട്ട് നമുക്ക് ഊരിയെടുക്കണം. ഇതിന് പേനയെക്കാട്ടിയും കുറച്ച് കൂടുതൽ നീളം ഉണ്ടാവണം ഈ കോപ്പർ വയറിന്. അതെല്ലാവരും ശ്രദ്ധിക്കണം വയറെടുക്കുമ്പോൾ. എന്നിട്ട് ആ കോപ്പർ വയറിൻ്റെ അറ്റം നമ്മളൊന്ന് ചെറുതായിട്ട് വളച്ച് ആ ഫ്രണ്ടിൽ ആ പേനയുടെ ടിപ്പിലോട്ട് കയറ്റുക. എന്നിട്ട് ബാക്ക് അതിൻ്റെ മറ്റേ അറ്റം വളച്ച് ബാക്കിലും കയറ്റുക. സാധാരണ പേനയാണെങ്കിൽ ബാക്ക് തുറന്നിട്ട് എങ്ങനത്തെ പേനയായാലും അതിൽ മടക്കി അകത്താക്കിയിട്ട് അവിടെ അങ്ങ് ക്ലോസ് ചെയ്തിരുന്നാൽ മതി. ഇപ്പോൾ ഇതിൽ നമ്മൾ കണ്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള ചാർജ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇതിൽ ചെയ്യുന്നത് നമ്മൾ. ഇനി മറ്റേ പേനയിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ശകലം വെള്ളം എടുത്ത് പഞ്ഞിയിൽ തേച്ച് ഇതിലും വയ്ക്കുക. അപ്പോൾ ഈ വയർ വഴി നമ്മളെ ചാർജ് ഇതിൽ വരും. എന്നിട്ട് ആ കോട്ടൺ ഈ ചാർജ് വീണ്ടും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് നല്ലൊരു സ്റ്റൈലസ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ ഈ വയറിൽ ടച്ച് ചെയ്തിരിക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ. മറ്റേതാണെങ്കിൽ ഫുള്ള് മെറ്റൽ പേനയാണെങ്കിൽ എവിടെ പിടിച്ചു കഴിഞ്ഞാലും കണ്ടക്റ്റ് ആവും. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇതാണെങ്കിൽ നമ്മൾ വയറിൽ ഒരു വിരലെങ്കിലും ടച്ച് ചെയ്തിരിക്കണമെങ്കിലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യമാണ്. പേനയും കാണും, കോപ്പർ വയർ കാണും, പഞ്ഞി കാണും, വെള്ളം കാണും. ഇതെല്ലാവരുടെയും വീട്ടിൽ കാണുന്ന സാധനങ്ങളാണ്. സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്കിത് വീട്ടിൽ തന്നെ.
ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. എൻജോയ് ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.